40 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്കൊരു പുതിയ ശരീരം വേണം. കാവേരി നദിക്കരയിലെ ഈ അഗ്രഹാരത്തിന് 800 വർഷത്തെ മന്ത്രങ്ങളുടെ പഴക്കമുണ്ട്. ഗരുഡവീതി എന്ന ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു കറുത്ത വീട് എല്ലാവർക്കും പേടിയായിരുന്നു. ആ അഗ്രഹാരത്തിൽ നിന്ന് എപ്പോഴും നെയ്യ് കത്തുന്ന മണവും അതുപോലെ മാംസം കരയുന്ന ഒരു ദുർഗന്ധവും കേൾക്കാറുണ്ട്. അർദ്ധരാത്രി 12 മണിക്ക് ആ വീട്ടിൽ നിന്ന് അവിടെ പൂജ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള എല്ലാ പ്രദേശവാസികളും ജനവാതിലുകളും അവരുടെ മെയിൻ വാതിലുകളും അടച്ചിടാറാണ് പതിവ്. അത്രയ്ക്കും ഭയമായിരുന്നു ആ ഒരു അഗ്രഹാരത്തിനെ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക്. ആയിരത്തി 1970-കളിൽ ജീവിച്ചിരുന്ന ഒരു ദീക്ഷിതൻ എന്ന ഒരു ആചാര്യ ഉണ്ടായിരുന്നു. ആ ആചാര്യയായിരുന്നു എല്ലാവർക്കും. ആദ്യമൊക്കെ അദ്ദേഹം നല്ല സൽക്കർമ്മങ്ങളിലൂടെയുള്ള പൂജകളായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഒരിക്കലൊരു യാത്രയിൽ, അതായത് ഒരു കാശി യാത്രയിൽ അദ്ദേഹം ഒരു അഘോരിയെ പരിചയപ്പെട്ടു. ആ അഘോരിയിൽ നിന്നും ചില അഥർവ മന്ത്രങ്ങൾ പഠിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് ഗ്രാമത്തിലെത്തിയതിനു ശേഷം അവിടെ അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം ഉപാസിച്ചിരുന്നത് ചില ദുർദേവതകളെയായിരുന്നു. അതിൽ പ്രധാനമായിരുന്നു ബ്രഹ്മരക്ഷസ്. ബ്രഹ്മരക്ഷസിനെ പോലെയുള്ള കടും ദുഷ്ടാത്മാക്കളെ വരുതിക്ക് വരുത്തിയാൽ പിന്നീട് ആഗ്രഹിക്കുന്നതെന്തും നേടാമെന്നായിരുന്നു ദീക്ഷിതരുടെ മോഹം. എന്നാൽ അതിനുവേണ്ടിയായിരുന്നു എല്ലാ യജ്ഞങ്ങളും ദീക്ഷിതർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കലാണ് ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു മന്ത്രവും അതുപോലെ ഒരു പൂജയും അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ദിവസമാണ് അദ്ദേഹം ഒരു ബ്രഹ്മരക്ഷസ ബന്ധന യജ്ഞം അവിടെ നടത്താൻ തീരുമാനിച്ചത്. അദ്ദേഹം ആ ബ്രഹ്മരക്ഷസിനെ ബന്ധിക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് എവിടെയോ മന്ത്രങ്ങളിൽ പിഴക് പറ്റി. എന്നാൽ അതിന് തൽഫലമായി അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. അടുത്ത ദിവസം ഗ്രാമത്തിലുള്ളവർ എല്ലാവരും ഈ ദീക്ഷിതരുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ദീക്ഷിതരുടെ ഭാര്യ കമല അവിടെ കണ്ണു തള്ളി ബോധം കെട്ട് മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. ദീക്ഷിതരുടെ 2 ചെറിയ മക്കൾ അതിക്രൂരമായി തന്നെ അവിടെ കൊല ചെയ്ത് കിടക്കുകയായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ അഗ്നികുണ്ഡം എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പുതുതായി ആരോ തീ കത്തിച്ച പോലെ അത്രയ്ക്കും വലുതായി ആ ഒരു ഹോമകുണ്ഡം മാത്രം അവിടം എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് അന്നത്തെ ഗ്രാമവാസികൾ എല്ലാവരും കണ്ടത്. 40 വർഷത്തിന് ശേഷം അങ്ങോട്ടേക്ക് ഒരു ആദിത്യൻ എന്ന് പറഞ്ഞ ഒരു യുവാവിനെ ആ ഗ്രാമത്തിലെ തന്നെ പുരോഹിതനായ നരസിംഹാചാരി അങ്ങോട്ടേക്ക് അയക്കുന്നു. എന്നാൽ ആദിത്യനെ അങ്ങോട്ടേക്ക് അയക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. ആദിത്യനോട് ആ നരസിംഹാചാരി പറഞ്ഞത് അത്യപൂർവമായ ചില താളിയോലക്കെട്ടുകൾ ഇന്നും ആ കറുത്ത അഗ്രഹാരത്തിലുണ്ട്. നിനക്ക് വേണമെങ്കിൽ അതൊക്കെ എടുത്ത് ഡിജിറ്റൽ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആദിത്യൻ ചില ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന തിരക്കിലായിരുന്നു. അതിനാൽ തന്നെ ഈ കിട്ടുന്ന താളിയോല ഗ്രന്ഥങ്ങളെല്ലാം അദ്ദേഹത്തിന് ഡിജിറ്റലൈസ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കാമായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ഒരു സമയത്തായിരുന്നു ആ ഗ്രാമത്തിലെ ഈ നരസിംഹാചാരിയെ ആദിത്യൻ പോയി കാണുന്നത്. അങ്ങനെ ആ നരസിംഹാചാരി പറഞ്ഞു കൊടുത്തതായിരുന്നു ഈ കാവേരി നദിക്കരയിലെ ഗരുഡവീതിയിലെ ഈ കറുത്ത അഗ്രഹാരം. നരസിംഹാചാരി ആദിത്യനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. നീ ഒരിക്കലും പകൽ സമയത്ത് ആ അഗ്രഹാരത്തിലേക്ക് പോകരുത്. കാരണം അതിനടുത്തുള്ള വീട്ടുകാർ അങ്ങോട്ടേക്ക് ആരെയും പോകാൻ അനുവദിക്കാറില്ല. അതുകൊണ്ട് നീ രാത്രി ഇരുട്ടിയതിനു ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് പോവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആദിത്യൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ കാറെടുത്ത് അങ്ങോട്ടേക്ക് പോവാനായിരുന്നു ആദിത്യൻ്റെ തീരുമാനം. അങ്ങനെ ഇരുട്ടാൻ വേണ്ടി ആദിത്യൻ അവിടെ ഉണ്ടായിരുന്ന ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കാത്തിരുന്നു. ഏകദേശം രാത്രി ഇരുട്ടാൻ തുടങ്ങിയ സമയത്ത് ആദിത്യൻ അവിടെ നിന്നും കാറെടുത്ത് ആ കാവേരി നദിക്കരയിലെ ആ കറുത്ത അഗ്രഹാരത്തിലേക്ക് പോവാൻ ആരംഭിച്ചു. അങ്ങനെ കുറച്ചു ദൂരെ കാറ് മാറ്റി പാർക്ക് ചെയ്ത് അവിടെ നിന്നും ആ അഗ്രഹാരത്തെ ലക്ഷ്യം വെച്ച് നടന്നു. ഒരു പുരാതനമായ അഗ്രഹാരം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 800 വർഷത്തെ പഴക്കം മന്ത്രങ്ങൾക്കുണ്ടെങ്കിലും അതുപോലെ തന്നെയായിരുന്നു ആ വീടും. അത്രയും പഴക്കമുള്ള ഒരു വീട് തന്നെയായിരുന്നു. അധികമാരും ഉപയോഗിക്കാത്ത തരത്തിൽ ശൂന്യമായി കിടക്കുന്ന
ഒരു വീട്. എന്നാൽ പതിയെ പതിയെ ആദിത്യൻ ആ അഗ്രഹാരത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ കാണാൻ സാധിച്ചില്ല. എന്നാൽ എവിടെ നിന്നോ ആരോ മന്ത്രം ചൊല്ലുന്ന തരത്തിലുള്ള ഒരു ശബ്ദം ആദിത്യന് കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ആദിത്യൻ എല്ലാ ഭാഗവും ഈ താളിയോല ഗ്രന്ഥങ്ങൾ എടുക്കാൻ വേണ്ടി തിരയുന്ന കൂട്ടത്തിലാണ് പെട്ടെന്ന് ആദിത്യന് തൻ്റെ കൈകളിലേക്ക് 2 താളിയോല കെട്ടുകൾ ലഭിക്കുന്നത്. എന്നാൽ ആ താളിയോല കെട്ടുകൾ തിടുക്കത്തിൽ വായിക്കുന്ന സമയത്ത് ആദിത്യൻ അതിൽ നിന്നും മനസ്സിലാക്കിയത് ചില വ്യത്യസ്ത കാര്യങ്ങളായിരുന്നു. ആ താളിയോല കെട്ടുകൾ സൂക്ഷിച്ച് വായിക്കുന്ന കൂട്ടത്തിലാണ് അത് ദീക്ഷിതർ അവസാനമായി എഴുതിയ താളിയോല കെട്ടുകളാണെന്ന് ആദിത്യന് മനസ്സിലായത്. ആദിത്യൻ അതിൽ ഓരോ വരികളും ഉറക്കെ ഉറക്കെ വായിക്കാൻ തുടങ്ങി. എന്നാൽ അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഒരിക്കലും യജ്ഞം നിർത്തരുത്. യജ്ഞം നിർത്തിയാൽ ബ്രഹ്മരക്ഷസ് പുറത്തു വരും. ബ്രഹ്മരക്ഷസ് പുറത്തു വന്നാൽ ഈ ഗ്രാമത്തെയും ഈ ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കും. പിന്നെ അത് ഈ ലോകം തന്നെ ഭരിക്കുമെന്ന് അതിനകത്ത് എഴുതിയിരുന്നു. എന്നാൽ അതിൻ്റെ അടിയിലായി ഒരു വലിയ അക്ഷരത്തിൽ ഒരു വാചകം കൂടി എഴുതിയിരുന്നു: 40 വർഷം കഴിയുന്ന സമയത്ത് ഒരു ബ്രാഹ്മണനെ ഇവിടെ ബലി കൊടുക്കണമെന്ന്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഇതുപോലെ ബ്രഹ്മരക്ഷസ് പുറത്തു വരുമെന്നുകൂടി അതിൽ എഴുതിയിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ആദിത്യന് മുഖമൊക്കെ മാറാൻ തുടങ്ങി. ഉള്ളിൽ അല്പം ഭയം തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഈ താളിയോല ഗ്രന്ഥം വായിച്ച ഉടനെ തന്നെ പെട്ടെന്ന് പല ഭാഗങ്ങളിൽ നിന്നും എന്തൊക്കെയോ തരത്തിലുള്ള മന്ത്രം ചൊല്ലുന്ന ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. എന്നാൽ ആ മന്ത്രം ചൊല്ലുന്ന ശബ്ദം ഒരു ഭാഗത്ത് നിന്ന് മാത്രമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ആദിത്യൻ ആ ഒരു ഭാഗത്തെ ലക്ഷ്യം വെച്ച് അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആദിത്യൻ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ഒരു അസ്ഥിക്കൂടം, ഒരു ഹോമകുണ്ഡത്തിന് അടുത്ത് നിന്ന് ഒരു യജ്ഞം നടത്തുന്നു. എന്നാൽ അത് ദീക്ഷിതരായിരുന്നു. ദീക്ഷിതന്റെ ശരീരം മാത്രമേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ദീക്ഷിതരുടെ ആത്മാവിനെ ബ്രഹ്മരക്ഷസ് അവിടെ തളച്ചിട്ടിരിക്കുകയായിരുന്നു. 40 വർഷം നിർത്താതെ യജ്ഞം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതുപോലെ ആ ഒരു അസ്ഥിക്കൂടം, ആ ഒരു പൈശാചിക രൂപമുള്ള ആ അസ്ഥിക്കൂടം ആ ഹോമകുണ്ഡത്തിന് മുന്നിൽ നിന്ന് ഒരു യജ്ഞം നടത്തുന്നത് പോലെ, എന്തൊക്കെയോ മന്ത്രങ്ങൾ പിറുപിറുത്ത് പറയുന്നത് പോലെ പെട്ടെന്ന് ആദിത്യനെ നോക്കി ആ അസ്ഥിക്കൂടം, അതായത് ആ ഒരു പിശാച് ഒരു കാര്യം പറഞ്ഞു: എനിക്ക് ഒരു ഇരയെ വേണമായിരുന്നു. 40 വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ മരണപ്പെട്ടിട്ട്. ഇനി ഈ യജ്ഞം തുടരേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ് ആദിത്യന് നേരെ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ആദിത്യൻ അവിടെ നിന്നും പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ ആദിത്യന് മുന്നിൽ അഗ്രഹാരത്തിലെ വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്ങനെയൊക്കെയോ അത് തച്ചുടച്ച് അവിടെ നിന്നും ആദിത്യൻ ഓടി രക്ഷപ്പെടാനായി പുറത്തേക്കിറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തൻ്റെ കാറിലേക്ക് അവൻ ഓടിക്കൊണ്ടിരുന്നു. എന്നിട്ട് കാറെടുത്ത് അവൻ ആദ്യം ചെന്നത് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനായ നരസിംഹാചാര്യയുടെ പക്കലേക്കായിരുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് നരസിംഹാചാരി ഒരു വിചിത്രമായ മുഖത്തോടെ ആദിത്യനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ആദിത്യ, നീ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ബ്രഹ്മരക്ഷസിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു ബ്രാഹ്മണനെ ബലി കൊടുക്കണമായിരുന്നു. നീ ഒരു ബ്രാഹ്മണനാണ്. നീയാണ് 40 വർഷങ്ങൾക്ക് ശേഷമുള്ള ബലി. നിന്നെ ബലി നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ മനസ്സമാധാനമായി വിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നരസിംഹാചാരി ആദിത്യനെ നോക്കി പറയുകയുണ്ടായി. നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ ആദിത്യന് കഴിഞ്ഞുള്ളൂ. എന്നാൽ നരസിംഹാചാരി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് വീണ്ടും ഭയം കൊണ്ട് ആദിത്യൻ അവിടെ നിന്നും തൻ്റെ കാറെടുത്ത് കിലോമീറ്ററുകളോളം ഓടിത്തുടങ്ങാൻ ആരംഭിച്ചു. എന്നാൽ കിലോമീറ്ററുകളോളം ആ കാറ് സഞ്ചരിച്ചിട്ടും ഒടുവിൽ എത്തിച്ചേരുന്നത് ആ ഗരുഡവീതിയിലെ കറുത്ത അഗ്രഹാരത്തിന് മുന്നിലായിരുന്നു. ഇത് കണ്ട് പേടിച്ച ആദിത്യൻ പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ആ അഗ്രഹാരത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് ആദിത്യൻ്റെ അമ്മയുടെ കരച്ചിലായിരുന്നു.
അഘോരികളും അതുപോലെ ബ്രഹ്മരക്ഷസും വാഴുന്ന ഈ ഒരു അഗ്രഹാരത്തിലേക്ക് ഒരുപക്ഷെ എൻ്റെ അമ്മയെ അവർ ആവാഹിച്ച് അല്ലെങ്കിൽ ചതിയിലൂടെ കൊണ്ടുവരാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ആദിത്യന് പിന്നീട് അവിടെ നിന്നും മുന്നോട്ടേക്ക് ഒരു അടി ചലിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. അവനാകെ മരവിച്ചു പോയിരുന്നു. പിന്നീട് അവന് മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു അവസരം ആ അഗ്രഹാരത്തിനകത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നേരിടുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ ആദിത്യൻ ഓരോ പടികളായി വീണ്ടും ആ അഗ്രഹാരത്തിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. പെട്ടെന്ന് ആ അഗ്രഹാരത്തിന്റെ ഉള്ളിലേക്ക് ആദിത്യൻ കയറിയ ആ സമയത്ത് വാതിലുകൾ അവന് മുന്നിൽ അടയ്ക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് ആ വലിയ ഹോമകുണ്ഡത്തിന് അരികിലേക്ക് പോകുന്നത്. ആ സമയത്ത് അവിടെ നിന്നിരുന്ന ആ ദീക്ഷിതരെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു വല്ലാത്ത തരം ശക്തി തൻ്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയതുപോലെ ആദിത്യന് തോന്നി. അടുത്ത ദിവസം ആ ഗ്രാമവാസികൾ അങ്ങോട്ടേക്ക് ഓടിയെത്തി. അടുത്ത ബലി വിജയകരമായി പൂർത്തിയായോ എന്നറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു. എന്നാൽ ഇതിനു പിന്നിൽ ഒരു വലിയ ചതിയുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാമായിരുന്നു 40 വർഷത്തിന് ശേഷം ഒരു ബ്രാഹ്മണനെ അവിടെ ബലി കൊടുക്കണമെന്ന്. അതിനായി ചതിച്ചും വഞ്ചിച്ചും ഓരോരുത്തരെയായി അങ്ങോട്ടേക്ക് എത്തിക്കാം എന്ന് തന്നെയായിരുന്നു ആ ഗ്രാമത്തിലെ ആളുകളുടെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നത്. അങ്ങനെ ഈ ആദിത്യ ബലിക്കായി നിയോഗിക്കപ്പെട്ടത് ആദിത്യനായിരുന്നു. പിന്നീട് അവിടെ നിന്നും 2 തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഒന്ന് ആ ദീക്ഷിതരുടെ മന്ത്രം ചൊല്ലുന്ന ശബ്ദം, രണ്ടാമത് ആദിത്യന്റെ മന്ത്രം ചൊല്ലുന്ന ശബ്ദം. അടുത്ത ദിവസം ആ ഗ്രാമവാസികൾ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് ആദിത്യന്റെ ശവശരീരം കണ്ണുകൾ ഇല്ലാത്ത രീതിയിൽ അവിടെ കിടക്കുന്നത് കണ്ടു. ആദിത്യന്റെ ശരീരത്തിൽ നിന്നും ആരോ ചോര ഊറ്റിക്കുടിച്ചതുപോലെ ഒരു മരവിച്ച ശരീരമായി ആദിത്യൻ ആ പടിയിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മരക്ഷസിനെ കീഴ്പ്പെടുത്താനായി നടത്തിയ മന്ത്രങ്ങളിൽ ചിലത് പിഴച്ചിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അന്ന് ദീക്ഷിതർ ചെയ്ത എന്തോ ഒരു കൊടും ചതിയായിരുന്നു അതിന് കാരണമായത്. ആ സമയത്ത് ദീക്ഷിതരുടെ ഭാര്യ കമലയും 2 മക്കളും അത് ക്രൂരമായി കൊല്ലപ്പെട്ടത് കൊണ്ട് തന്നെ അവരുടെ ആത്മാവും അവിടെ അലഞ്ഞ് തിരിയുന്നുണ്ടായിരുന്നു. ആ ശക്തികൾ കൂടി ബ്രഹ്മരക്ഷസിൽ ലയിച്ചു പോയപ്പോൾ ബ്രഹ്മരക്ഷസിന് എന്തോ ഒരു വലിയ ശക്തി ലഭിച്ചിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് അഘോരികൾ കൈമാറി വന്ന ചില മന്ത്രങ്ങൾ അഘോരികൾ ഈ ദീക്ഷിതരെ വധിക്കാൻ വേണ്ടി ചതിയിലൂടെ പറഞ്ഞു കൊടുത്തതാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയും 40 വർഷത്തിന് ശേഷം അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ഒരു ബ്രാഹ്മണനെ വേണ്ടി ആ കാവേരി നദിക്കരയിലെ ആ ഗരുഡ വീതിയിലുള്ള ആ കറുത്ത അഗ്രഹാരം കാത്തിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത ബ്രാഹ്മണൻ നിങ്ങളാണെങ്കിലോ? ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്ന ചില ആത്മാക്കളുടെ കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ആ കഥ ഷെയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മൊബൈലിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജായി അയക്കാവുന്നതുമാണ്.